ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നൈറ്റ്സ് ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി കിടന്നു. നല്ല ക്ഷീണമായിരുന്നു. പിന്നെ ബാക്കി വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ മോർണിംഗ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സമയം ഇപ്പോൾ ഒരു 8:30 അങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് റിസോർട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തത് ഇന്ത്യൻ ഫുഡായ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ ബോയിൽഡ് എഗ് ആയിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഫുഡും അവിടെ ഉണ്ടായിരുന്നു. പൊട്ടാറ്റോ ഫ്രൈ, സോസ്, ബ്രെഡ്, ബട്ടർ, ജാം, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്കോസ് ഉണ്ടായിരുന്നു. എനിക്ക് പാലൊഴിച്ച് കഴിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ എടുത്തു. പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, ഫ്രഷ് അല്ല, ടാങ്ക് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ 11 മണി ആയിട്ടുണ്ട്. 11 മണിക്ക് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അതിനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാ ലഗേജസ് ഒക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് വണ്ടിയിൽ വെക്കാം. അപ്പോൾ നമ്മളിന്ന് ഊട്ടിയോട് വിട പറയുകയാണ്. പക്ഷേ നമുക്ക് പോണ വഴി എന്തൊക്കെയോ സ്ഥലങ്ങൾ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നലെ മൊത്തം നമ്മൾ സ്റ്റേക്കേഷൻ ആയിരുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് പോണ വഴി ഊട്ടിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ഒന്ന് വെക്കൂ ബാഗ്. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ട്രാവലിംഗ് കമ്പാനിയൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വഴിയിൽ ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് വൈറ്റമിൻ സി ഉള്ളിലോട്ടാക്കാം. കുടിക്കാനുള്ള കേസ് ഭയങ്കര പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ. ക്യാരറ്റിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റംസ് കോൺ. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ. കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ. പോകേണ്ട ദൂരൊരാൾ. ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള കഫേ എന്ന് പറയുന്നത് ദ റെയിൻബോ ട്രീ കഫേ. അതല്ല ശരിക്കും നമ്മൾ പോണ കഫേ, അതാണ് നമ്മുടെ ചായക്കട. അപ്പം ഞാൻ ചായ കുടിച്ചില്ല, അതിന് പകരം ഞാൻ ഐസ്ക്രീം വാങ്ങി. എനിക്ക് ചായനേക്കാളും ഇഷ്ടം ഐസ്ക്രീമാണ്. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ വിചാരിച്ചു. നമ്മുടെ ഫാമിലിന്റെ മെയിൻ സംഭവം ഫുഡ് അടി ആയതുകൊണ്ട് ചായ കുടിച്ചിട്ട് അരമണിക്കൂർ പോലും ആയില്ല. അപ്പോഴേക്കും ഇവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഉച്ചത്തെ ഫുഡ് എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും മലയാളികളുടെ വികാരമായ പൊറോട്ടയും ബീഫ് കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റ് ആയി കേസ്. അങ്ങനെ അതൊക്കെ വയർ നിറച്ച് കഴിച്ചു. അത് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഹെൽത്തിയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ്. മറ്റേ കൂടല്ലൂർ മസനഗുഡി വഴി കാടുകളുടെ ഇടയിലൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ അവിടുന്ന് കുറേ മൃഗങ്ങളിനെ കണ്ടു. കാട്ടാന, പിന്നെ കുറേ മാൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുരങ്ങനായിരുന്നു. സിംഹവാല കുരങ്ങനാണ് പറയാ തോന്നണോ, എനിക്കറിയില്ല. മസനഗുഡി വഴി ഊട്ടിക്ക് പോകണവർ ഊട്ടിയിൽ നിന്ന് മസനഗുഡി വഴി വീട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. പോയി നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ജീപ്പിൽ കയറിയിട്ടുണ്ട്. സോ എക്സൈറ്റഡ്. എങ്ങനെ ഉണ്ടാവും അറിയില്ല. സിംഹവാല കുരങ്ങനും കുറച്ച് മാനുകളാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. ഇങ്ങനെ പോകുന്നത്
ഈ ഒരു ട്രെക്കിങ് ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി വന്നതാണ്. ശരിക്കൊരു റോളർ കോസ്റ്ററിൽ പോണ ഫീൽ ആയിരുന്നു. അതുപോലെ തന്നെ മേലെ എത്തിയപ്പോൾ കിടിലൻ വ്യൂ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടതും ഞങ്ങൾ എൻജോയ് ചെയ്തതുമായിരുന്നു ഈ ട്രെക്കിങ്. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിന്റെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി വ്യൂ, അടിപൊളി ട്രെക്കിങ്. അൺഎക്സ്പെക്റ്റഡ് ആയി നടക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞങ്ങൾ ട്രെക്കിങ് വിചാരിച്ചതല്ല, പക്ഷെ വരുന്ന വഴി ഇനി ട്രെക്കിംഗ് ഉണ്ട്, ശരി പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയതാണ്. പക്ഷെ മൊത്തം സാധനം, നല്ല വ്യൂ, ട്രെക്കിംഗ് അടിപൊളി, എല്ലാം അടിപൊളി. നമ്മളിപ്പോൾ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ട്രെക്കിങ്ങിന് പോവാണ്. അങ്ങനെ ആ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പുലിനെ കാണുമ്പോൾ ഈ ബാംബു ഫോറസ്റ്റിലൂടെയാണ് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ വന്ന ട്രെക്കിങ്ങിൽ പുലിനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ഇത് കഴിഞ്ഞ് വന്നു. പുലിനെ കാണാൻ പറഞ്ഞാണ് പോയത്, പക്ഷെ പുലിനെ കാണാൻ പറ്റിയില്ല. ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. നമ്മൾ അൺലക്കിയാണ് ഇന്നത്തെ കാര്യം. പക്ഷെ കുഴപ്പമില്ല, നമുക്കിനി നേരെ വണ്ടി കയറി വീട്ടിൽ പോകുന്നു. അത് അവരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും. ഇപ്പോൾ ട്രെക്കിങ് കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ നമുക്കൊരു കപ്പിൾസ്. കാട്ടാന കാട്ടാന പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ. നോക്കാൻ പറ്റില്ല, നിനക്ക് മാത്രല്ല എനിക്കും. അവിടെ അപ്പനില്ലാത്തപ്പോ വീട്ടിൽ ചെന്നാ വയറിനെന്തെങ്കിലും തിന്നാൻ നല്ലതാ, അതില്ലാണ്ടാക്കി. അപ്പോൾ നമ്മളങ്ങനെ പൊറിഞ്ചും പറയാൻ ജോസ് പാടമൊക്കെ കണ്ട് രാത്രി 9:30 നമുക്ക് വിശപ്പിൻ്റെ വിളി വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. വീടെത്തുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവും. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ മെയിൻ പരിപാടി പറയുന്നത് ഫുഡ് കഴിക്കലാണ്. സോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഞങ്ങൾ നിലമ്പൂരുള്ള ഫർസ റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നത്. ഈ ട്രിപ്പായിട്ട് ഞങ്ങൾ മന്തി കഴിച്ചിട്ടേ ഇല്ല. മന്തി ഇല്ലാതെ ഒരു ട്രിപ്പ് ആവോ? അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് നല്ലൊരു മന്തി കഴിച്ചിട്ട് തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ഒന്നങ്ങോട്ട് കംപ്ലീറ്റ് ആയത്. അങ്ങനെ നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. ഇനി 3 മണിക്കൂർ യാത്രയാണ് നമുക്ക് വീട്ടിലോട്ടുള്ളത്. ഈ സുഖമായി കിടന്ന് ഉറങ്ങും. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഊട്ടി വ്ളോഗ് ഇതോടെ അവസാനിക്കുകയാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ. But that was when I ruled the world.